പ്രിയപ്പെട്ട സദസ്സിലുള്ള വിജയങ്ങൾ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുഖ്യത്വം സ്മൃതി ഏറെ മനോഹരമായൊരു പ്രഭാഷണമാണ് നമുക്ക് കേട്ടുകഴിഞ്ഞത്. ഞാനൊന്നും തീരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ ദിവസം മാസ്റ്റർ ഈ ഒരു സംഭാഷണത്തിൽ നിന്ന് കേൾക്കാൻ അറിയാൻ കഴിഞ്ഞത്. ഞാനൊക്കെ അറിഞ്ഞതിനേക്കാളും എത്രയോ അപ്പുറത്താണ് ഇപ്പം നിന്ന്. നേരത്തെ അങ്ങനൊരു ധാരണ ഉണ്ടെങ്കിലും അത് നമ്മുടെ ബോധ്യമായി വസന്ത മാസ്റ്റർ ഈ ഒരു പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അത്രമാത്രം വ്യക്തിത്വത്തിൻ്റെ കവിതകൾക്ക് അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ മറ്റ് രചനാലോകത്തെ കൂടി നമ്മെ പരിചയപ്പെടുത്തിയ ഒരു ഭാഷണം. ഇവിടെ ഞാൻ വന്ന് നിൽക്കുന്നത് നേട്ടം പറഞ്ഞതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എഴുതിയൊരു ചെറിയ കവിത അവതരിപ്പിക്കാനും അതോടൊപ്പം ചില കാര്യങ്ങൾ മാത്രം പങ്കുവയ്ക്കാനുമാണ്. അപ്പം എൻ്റെയൊക്കെ അക്കിത്തത്തിലൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് വരുന്ന സമയമ്പോഴേക്കും അദ്ദേഹം നല്ല പ്രായമുള്ള ഒരാളായി. പിന്നെ അദ്ദേഹം നമ്മെ വിട്ടുപോയി. എങ്കിലും എൻ്റെ ചെറിയ ഒരു കാലയളവിൽ എനിക്ക് കൂടുതൽ ഇടപഴകാൻ കഴിഞ്ഞ ഒരു മഹാകവിയാണ് അക്കിത്തം. വർഷങ്ങൾക്ക് മുമ്പ് സഞ്ജയ് പുരസ്കാരം നേരത്തെ പരാമർശിച്ചതുപോലെ തപസ്യയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. തപസ്യയുടെ സഞ്ജയ് പുരസ്കാരം കൊടുക്കാൻ ഹൈദരാബാദിലേക്ക് OV വിജയന് ആണ് കൊടുക്കുന്ന വർഷം. അത് കൊടുക്കാൻ അക്കിത്തത്തിൻ്റെ നേതൃത്വത്തിൽ കുറച്ച് സാഹിത്യകാരന്മാർ കൂടിയാണ് പോകുന്നത്. അപ്പോൾ അദ്ദേഹം എടപ്പാളാണ് താമസിക്കുന്നതെങ്കിലും യാത്രാ സൗകര്യത്തിന് വേണ്ടി മകളുടെ വീട്ടിലായിരുന്നോട് വന്നു നിന്നു തലേ ദിവസം. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ കോഴിക്കോടും കണ്ണൂരും കയറി വരുമ്പോൾ മഹാകവിയെ അവിടെ നിന്ന് അയ്യന്തോടുന്ന് റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വണ്ടി കയറ്റിവിടാനുള്ള ഒരു ദൗത്യം തന്നെയാണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ പോയി. അപ്പോൾ അവിടുന്ന് കുറച്ച് നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അപ്പോൾ വണ്ടി വരാൻ കുറച്ചും കൂടെ സമയം ഉള്ളതുകൊണ്ട് അത്രയും നേരം നിങ്ങൾക്ക് ഒരുപാട് നേരം ഇപ്പോൾ വസന്ത മാഷയുടെ അടുത്തിരുന്ന് വർത്താനം പറയുന്നത് പോലെ വളരെ അടുത്തിരുന്ന് അദ്ദേഹത്തോട് കുറേ നേരം ആശയവിനിമയം നടത്താൻ ഒരു ഭാഗ്യം എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ എനിക്ക് കിട്ടിയെന്നുള്ളതാണ്. അങ്ങനെ ആഹാരം കഴിക്കേണ്ട ഒരു സമയമായപ്പോൾ ഞാൻ പോയിട്ട് 2 പാർസൽ ദോശ വാങ്ങിക്കൊണ്ടുപോയി ഞങ്ങളിരുന്നു ഒരുമിച്ച് കഴിച്ചപ്പോൾ അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ കാര്യമാണ്. അപ്പോൾ ആ ഇരിക്കുന്ന ഇടവേളയിൽ ഞാൻ തുഞ്ചൻ സ്മൃതിയുടെ നിറദീപം എന്ന് പറഞ്ഞ് എഴുതിയ ഒരു സ്മൃതിഗീതം അദ്ദേഹത്തിന് ചൊല്ലി കഴിപ്പിച്ചപ്പോൾ വലിയ ഇഷ്ടമായി. തന്നെ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയായി. പിന്നീട് ഒരു നിള പരിക്രമ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇല്ലത്ത് ചെന്നപ്പോഴും നിളയുടെ മടിത്തട്ടിൽ നിന്നൊരു കവിത ഒരു സോപാന സംഗീതകാരൻ്റെ അകമ്പടിയോടുകൂടി എനിക്ക് അവിടെ ആരംഭിക്കാൻ കഴിഞ്ഞു. അന്നും അദ്ദേഹം വളരെ വാത്സല്യത്തോടുകൂടി ചേർത്ത് പിടിച്ച് നിറയിൽ കൈവച്ച് അനുഗ്രഹിച്ച നിമിഷവും ഞാൻ ഈ സമയത്ത് ഓർത്തു പോവാണ്. അപ്പോൾ എനിക്കത് വളരെ യാദൃശ്യമായിട്ട് കഴിയാവുന്ന സൗഭാഗ്യമാണ്. അദ്ദേഹത്തെ പോലെ അത്രയും വലിയൊരു ആളുടെ അടുത്ത് ചെന്ന് നിൽക്കാനും എൻ്റെ ഒരു കവിത ചൊല്ലി കഴിക്കാനും അത് കേട്ട് അദ്ദേഹം വളരെ സ്നേഹവാത്സല്യത്തോടു കൂടി നന്നായി എന്ന് പറഞ്ഞ് എന്നെ അറിയുകയും ചെയ്യും, നിറയിൽ കൈവച്ച് അനുഗ്രഹിക്കുകയും ചെയ്തു എന്നുള്ളത് എനിക്ക് കിട്ടിയ വലിയ ഒരു എന്താ പറയുക സൗഭാഗ്യമാണ്. ഇതിന് ഞാനിവിടെ ചൊല്ലുന്ന കവിതയുടെ പേര് കവി ആര് എന്നാണ്. ഇതൊരു പ്രചോദനത്തിൽ നിന്നും ഞാൻ എഴുതിയൊരു കവിതയാണ്. ഇതിൻ്റെ പ്രചോദനം മഹാകവിക്ക് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയതാണ്. ആ പുരസ്കാരം കിട്ടിയതറിഞ്ഞ സന്തോഷം, ആ സന്തോഷത്തിൻ്റെ പ്രചോദനത്തിലാണ് ഞാൻ കവിത എഴുതുന്നത്. എങ്കിലും അതിലെ മറ്റ് പല വരികളും എൻ്റെ ചില പ്രകോപനങ്ങളിൽ നിന്നാണ്. കാരണം നേരത്തെ രാവണേട്ടൻ ഞാൻ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന് ജ്ഞാനപീഠ പുരസ്കാരം കിട്ടാൻ വളരെ ബോധപൂർവം ഉള്ള ചില ഇടപെടലുകൾ കൊണ്ട് ഒരുപാട് വൈകിപ്പോയിരുന്നു. നേരത്തെ കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ സൂചനയിൽ തന്നെ വന്നു, നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള തിരസ്കരണങ്ങളുടെ തമോഗർത്തങ്ങളെ അതിജീവിച്ചുകൊണ്ട് പുരസ്കരണത്തിന് സൂര്യതേജസ്സായി മലയാള കാവ്യ ലോകത്ത് പ്രശോഭിച്ച വ്യക്തിത്വമാണ് മഹാകവി അക്കിത്തമെന്ന് നമുക്ക് നിസ്സംശയമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ കവിതയുടെ അടിസ്ഥാനമായ ഒരു വസ്തുതയും മറ്റുള്ളവർക്കായി കണ്ണീർ കണം പൊഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സൂര്യപ്രഭയും മറ്റുള്ളവർക്കായി പുഞ്ചിരി നിലവാക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന നിത്യ നിർമ്മല പൗർണമിയുമാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ ചോദിക്കുന്നത്. അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കവിതയുടെ നിലവിലും വിലാസം. അപ്പോൾ ആ നിലയിൽ ആ കവിയെ ഒന്ന് വായിച്ചറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ ബോധപൂർവം
അദ്ദേഹത്തിന് നേടിയുണ്ടായിട്ടുള്ള നേരത്തെ വസന്തമാഷ് പറഞ്ഞത് അടക്കമുള്ള പാഠപുസ്തകത്തിൽ അദ്ദേഹം എത്ര ലക്ഷ്യോന്മുഖമായി പ്രയോഗിച്ചൊരു വാക്കിനെ വളരെ നിരുത്തരവാദപരമായി മാറ്റി അദ്ദേഹത്തിന്റെ കവിതയെ തന്നെ പൊളിച്ചു കളയുന്ന സമീപനങ്ങൾ ഉണ്ടായതും ഒക്കെ അതിൻ്റെയൊക്കെ കാരണം എന്താണെന്ന് നമുക്കൊക്കെ തന്നെ അറിയാം. അപ്പോൾ കേരളത്തിലെ അത്തരത്തിലുള്ള സാഹിത്യത്തിൽ രാഷ്ട്രീയം എങ്ങനെ ഇടപെടുന്നു എന്നുള്ളത് വലിയൊരു ഉദാഹരണം കൂടിയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഇതാണ് എന്നിൽ ഉണ്ടാക്കിയ പ്രകോപനം. അപ്പൊ ഇത്തരം ഈ ഒരു പ്രകോപനത്തിന്റെയും പ്രചോദനത്തിന്റെയും ഒരു കൂട്ടിമുട്ടലിലാണ് ഈ കവിതയുടെ പിറവി ഉണ്ടാകുന്നത്. കവിയാരി എന്ന കവിതയിലേക്കല്ല. കവിയുന്ന കാരുണ്യമത്രേ കവി എന്ന വാക്കിന്റെ അർത്ഥം, അപരനായി വാക്കുന്ന കണ്ണീർ ശതസൂര്യമണ്ഡലം തീർക്കേ. കവിയുന്ന കാരുണ്യമത്രേ കവി എന്ന വാക്കിന്റെ അർത്ഥം, അപരനായി വാക്കുന്ന കണ്ണീർ ശതസൂര്യമണ്ഡലം തീർക്കേ. ഒരു മൃദുസ്നേരം വിടർത്തി നറുനിലാവെങ്ങും പരത്തി, നിർമ്മമൻ നീ വരിച്ചല്ലോ നിർമ്മലത്വത്തിൽ വിലയം. ഒരു മൃദുസ്നേരം വിടർത്തി നറുനിലാവെങ്ങും പരത്തി, നിർമ്മമൻ നീ വരിച്ചല്ലോ നിർമ്മലത്വത്തിൽ വിലയം. തിരസ്കാരമാകും തമസ്സിൽ മറഞ്ഞതിൽ ഈ കാവ്യനാളം, അക്കടലാഴത്തിൽ നിന്നും പൊങ്ങി നീ ചക്രവാളത്തിൽ. തിരസ്കാരമാകും തമസ്സിൽ മറഞ്ഞതിൽ ഈ കാവ്യനാളം, അക്കടലാഴത്തിൽ നിന്നും പൊങ്ങി നീ ചക്രവാളത്തിൽ. കാലങ്ങളായി കാത്തു നിൽപ്പൂ ജ്ഞാനപീഠ പുരസ്കാരം, കാവ്യപ്രഭാവമേ നിന്റെ കാത്തലിൽ തൊട്ടു വന്ദിക്കാൻ. കാലങ്ങളായി കാത്തു നിൽപ്പൂ ജ്ഞാനപീഠ പുരസ്കാരം, കാവ്യപ്രഭാവമേ നിന്റെ കാത്തലിൽ തൊട്ടു വന്ദിക്കാൻ. ആയതിന്നാവാതിരുന്ന ആകുലയെന്നുമെൻ ഭാഷ, ആ പങ്കിലം പറ്റിടാതെ കാത്തു നീ കൈരളിയാളെ. ആയതിന്നാവാതിരുന്ന ആകുലയെന്നുമെൻ ഭാഷ, ആ പങ്കിലം പറ്റിടാതെ കാത്തു നീ കൈരളിയാളെ. തവകര സ്പർശമുന്നേൽക്കേ പുരസ്കൃത നീ പുരസ്കാരം, ആ പുണ്യകർമ്മം കഴിക്കാൻ കാലം വഴങ്ങി നിന്നുന്നിൽ. കാലനും അദ്ദേഹത്തിന് മുന്നിൽ വഴിമാറുന്നതാണ്. ആ ജ്ഞാനപീഠ പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിലെത്തിച്ചേരാം. തവകര സ്പർശമുന്നേൽക്കേ പുരസ്കൃത നീ പുരസ്കാരം, ആ പുണ്യകർമ്മം കഴിക്കാൻ കാലം വഴങ്ങി നിന്നുന്നിൽ. വെളിച്ചം മറയ്ക്കുന്ന ദുഃഖം വെളിപ്പെട്ടു നിൻ തെളിവാക്കാൻ, ഒളിചിന്നി നീ മനതാരിൽ ഇതിഹാസ കാവ്യമായി പാരിൽ. വെളിച്ചം മറയ്ക്കുന്ന ദുഃഖം വെളിപ്പെട്ടു നിൻ തെളിവാക്കാൻ, ഒളിചിന്നി നീ മനതാരിൽ ഇതിഹാസ കാവ്യമായി പാരിൽ. ഇണകളാം പക്ഷികൾ പണ്ട തമസാനദീ തീരഭൂമി, ഒരു മരക്കൊമ്പത്തിരുന്നു പ്രണയസല്ലാപം രണിക്കേ. ഇണകളാം പക്ഷികൾ പണ്ട തമസാനദീ തീരഭൂമി, ഒരു മരക്കൊമ്പത്തിരുന്നു പ്രണയസല്ലാപം രണിക്കേ.
അതിലൊന്നിനുയിരറ്റു വീണു ഒരു വനവേടന്റെ അമ്പാൽ. അതു കണ്ടു നൊന്തൊരാ മുനിതൻ വ്യഥ പൂണ്ട മൊഴിയായി പിറന്നു. അതിലൊന്നിനുയിരറ്റു വീണു ഒരു വനവേടന്റെ അമ്പാൽ. അതു കണ്ടു നൊന്തൊരാ മുനിതൻ വ്യഥ പൂണ്ട മൊഴിയായി പിറന്നു. ഒരു ശ്ലോകമാ നിമിഷത്തിൽ ഇതൾ വിടർന്ന മനതാരിൽ അതിലുറന്നുരുവായതല്ലോ അവനിയിലാദിമകാവ്യം. ഒരു ശ്ലോകമാ നിമിഷത്തിൽ ഇതൾ വിടർന്ന മനതാരിൽ അതിലുറന്നുരുവായതല്ലോ അവനിയിലാദിമകാവ്യം. കവിയുന്ന കാരുണ്യമത്രേ കവി എന്ന വാക്കിന്റെ അർത്ഥം. അപരനായി വാർക്കുന്ന കണ്ണീർ ശതസൂര്യമണ്ഡലം തീർക്കേ. നാട്യത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഒരു കാവ്യ വരിയിൽ തന്നെ കടമെടുത്തുകൊണ്ടാണ്, അതിൻ്റെ ആശയത്തെ കടമെടുത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കവിത എഴുതിയത്. എന്തായാലും മഹാകവിയുടെ സ്മൃതി ചന്ദ്രിക പെയ്തിറങ്ങുന്ന സാഹിതിയുടെ ഈ കാവ്യമുറ്റത്ത് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളെ ഒന്നുകൂടെ അയർക്കാനും ആ ഓർമ്മയുടെ അടലുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ നിന്ന് കോരിയെടുത്ത ആ അക്ഷരമുദ്രകൾ പുറത്ത് ഒരു കാവ്യം വാചികം കോർക്കാനും അതിവിടെ കാഴ്ചവെക്കാനും സാധിച്ചതിലുള്ള സന്തോഷം കൂടി പങ്കുവെച്ചുകൊണ്ട് മഹാകവിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ എൻ്റെ അക്ഷര പ്രമാണം.